കാസർഗോഡ് പീലിക്കോട്ടെ നാലമ്പല ദർശനത്തിനെതിരെ ക്ഷേത്രം ട്രസ്റ്റ് നാലമ്പല ദർശനം നടത്തിയത് ബോധപൂർവമാണെന്നും ചടങ്ങിന്റെ ഭാഗമല്ലാതെ ഒരാൾക്കും നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല എന്നും ട്രസ്റ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. തറവാട്ടംഗങ്ങൾ പോലും പുറത്തുനിന്നാണ് ദർശനം നടത്തുന്നത്. പുരുഷ സ്വയം സഹായ സംഘം ക്ഷേത്രത്തിനെതിരെ നടത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, ട്രസ്റ്റ് ഭാരവാഹിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. പ്രസാദ് എല്ലാവർക്കും തിരുമുറ്റത്ത് വന്ന് ശ്രീകോവിലിൻ്റെ മുമ്പിൽ പുറത്ത് നാലമ്പലത്തെ പുറത്തുനിന്ന് മാത്രമാണ് എല്ലാവർക്കും പ്രസാദം. അവിടെ ഒരാൾക്ക് പോലും അതിൻ്റെ ഉള്ളിലെ ജീവനക്കാർക്ക് പോലും അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് പ്രസാദം കൊടുക്കലില്ല. പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വന്ന് 10-16 പേരുണ്ട്. ഇവർ ഇങ്ങനെ പ്രവേശനം വേണമെന്ന് പറയുമ്പോൾ തന്ത്രി പറഞ്ഞു എൻ്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് എനിക്കിതൊന്നും നടത്താൻ പറ്റില്ല. അതാണ് തന്ത്രി പറഞ്ഞത്. അപ്പം ഞങ്ങൾ കയറിയാലോ നോക്കുമ്പോൾ തന്ത്രി പറഞ്ഞു കയറുന്നവർ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർ മേടിച്ചോ, അതിന് എനിക്ക് ഭാഗമാക്കില്ല എന്ന് പറഞ്ഞാണ് അവിടുന്ന് പിരിഞ്ഞത്. അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി. അർച്ചന, ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾ അന്ന് പ്രതികരിച്ചത് ഒരു വിവാദത്തിനില്ല. ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നു എന്ന ഈ സംഘം പോകുന്ന സമയത്ത് അറിയിച്ചപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്ന രൂപത്തിൽ പ്രതികരിച്ചു എന്നാണ് അന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രതികരണം വരികയാണ്. തീർച്ചയായും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. അന്ന് രാവിലെയോടെ 16 പേരടങ്ങുന്ന സംഘമാണ് നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഇവർക്കെതിരെ ആരോപണവുമായാണ് ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ബോധപൂർവമായ ഒരു ശ്രമമാണ് ആ നാലമ്പലത്തിലേക്ക് നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ചടങ്ങിൽ ഭാഗമല്ലാതെ ഒരാൾക്കും നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. അതായത് നായർ സമുദായം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രം, അതായത് ബ്രാഹ്മണ സമുദായമുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു അമ്പലത്തിലേക്ക് ചടങ്ങുകൾക്ക് ഭാഗമായ ആളുകൾക്ക് മാത്രമേ ആ നാലമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ. മറ്റാർക്കും ആ നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. പക്ഷെ അവർ നടത്തിയത് സാമുദായികമായ ഒരു ഭിന്നിപ്പാണ് അവർ നടത്തിയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. തെറ്റായ പ്രചരണം മാധ്യമങ്ങളിലൂടെ നടത്തി. അതുപോലെ തന്നെ തറവാട്ട് അംഗങ്ങൾ പോലും പുറത്തുനിന്നാണ് ദർശനം നടത്തുന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു ഭിന്നിപ്പുണ്ടാക്കുക, അതായത് സാമുദായിക ഭിന്നിപ്പിനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ അവർ നടത്തിയതെന്നാണ് ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാർ നമ്മളോട് പറയുന്നതും. അടുത്ത ദിവസമായിട്ട് ഇനി ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാരും അതുപോലെ തന്നെ തറവാട്ട് അംഗങ്ങളും നാട്ടുകാരും ചേർന്നൊരു യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇവരാരും ഇതുവരെ അമ്പലത്തിൽ കയറാത്ത ആളുകളാണെന്നുൾപ്പെടെയുള്ള വാദങ്ങൾ ഇവർക്കെതിരെ ഇവർ ഉയർത്തുന്നു. എന്തായാലും ഒരു സാമുദായിക ഐക്യം അല്ലെങ്കിൽ ആ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നതെന്ന കാര്യമാണ് ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാർ പറയുന്നതും. സ്മൃതി. അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.